എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 4-ാം തീയതി വൈകുന്നേരം 3 മണി വരെ ആയിട്ട് നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിലവിൽ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നിലവിൽ ഈ ഒരു ജൂലൈ 4-ാം തീയതി വൈകുന്നേരം 3 മണി വരെ ആയിട്ട്, 3 മണിയല്ല 4 മണി വരെ ആയിട്ട് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് ജൂലൈ 4-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ഈ ഒരു ഡേറ്റ് നീട്ടിയുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടാൻ സമയം ലഭിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ് നിലവിലിപ്പോൾ നീട്ടിയിട്ട് ജൂലൈ 4-ാം തീയതിയായിട്ട് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം കോളേജുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു ജൂലൈ 4-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് അടക്കാതെ വിദ്യാർത്ഥികളാണെങ്കിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം PWD കോട്ട, സ്പോർട്സ് കോട്ട എന്നിവയുടെ റാങ്ക് ലിസ്റ്റ് കോളേജുകളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അത് കോളേജ് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ കോളേജ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു PWD കോട്ട, സ്പോർട്സ് കോട്ട എന്നിവയിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് കോളേജുകൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ടാണ് കോളേജിൽ അതിൽ അഡ്മിഷൻ നടത്തുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനും ഇതേപോലെ തന്നെ കോളേജ് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് പോയിട്ട് അഡ്മിഷൻ നേടാം എന്നുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജൂൺ 4-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടാനും അതുപോലെ തന്നെ അഡ്മിഷൻ നേടുന്നതിന് മുമ്പായിട്ട് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ഇതുവരെ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. അതിനുശേഷം ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ admissions.uc.ac.in/admission എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ FIUGP എന്നുള്ള ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് FIUGP 2026-27 സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യാപ് ഐ ഡിയോ സെക്യൂരിറ്റി കീയോ അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെയായിട്ട് ഇതേപോലെ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ചെയ്യുക എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതും അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകാവുന്നതും എന്നിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് കൃത്യമായിട്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇമെയിൽ മുഖാന്തരം SMS ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതും ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാവുന്നതുമാണ്. ഇനി പ്രൊഫൈൽ പേജിൽ പോകുന്ന സമയത്ത് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളൊരു ടാബ് ഉണ്ടാവും. അതിന് താഴെ ക്ലിക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിലേക്കാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അതുപോലെ അതിന് താഴെ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്നും കാണാൻ പറ്റുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ഹയർ ഓപ്ഷൻ എന്ന് കാണാം. അതായത് മുകളിലുള്ള ഏത് ഒരു ഓപ്ഷനിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കൃത്യമായിട്ട് തന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് ഒന്നും നിലവിൽ വന്നിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ എന്നുള്ള അവിടെ ക്ലിക്ക് ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാൻഡേറ്ററി ഫീസ് നിങ്ങൾക്ക് അടക്കാവുന്നതാണ്.
ഇങ്ങനെ മാൻഡേറ്ററി ഫീസ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കോ UPI വെച്ച് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. UPI വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ഇഷ്യൂസ് വരാറുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അതുപോലെ തന്നെ നെറ്റ് ബാങ്കോ വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ടയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ റാങ്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ തന്നെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാൻ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി കീ കൊടുത്ത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ ആവശ്യമെങ്കിൽ ഹയർ ഓപ്ഷൻസ് ആവശ്യമില്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കിട്ടിയ സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ അത് ഈ ഒരു സെക്കൻഡ് ശേഷം കിട്ടിയുള്ള സീറ്റ് തന്നെ മതി എന്നുള്ളവർ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടാണെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുകളിൽ നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.